പാമ്പിനെ കാണിക്കുന്നത് പോലെ ഒന്ന് CAA കാണിക്കും, അല്ലെങ്കിൽ അയോധ്യ പറയും, അല്ലെങ്കിൽ ജാനുവാരി പറയും, അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ പറയും, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഇവിടെ നോടിക്കുമെന്ന് പറയും. പല തരത്തിലുള്ള കള്ളപ്രചരണം നടത്തി ഇലക്ഷന്റെ സമയത്ത് വോട്ട് വാങ്ങാൻ വേണ്ടി ഇടത് വലത് ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ അവർക്ക് വശംവദരായി മോഡിജി ഹിന്ദുവായി പോയി, മോഡിജി മുസ്ലിമിനെ കൊല്ലുന്നവനായി പോയി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി ഞങ്ങളാണ് മുസ്ലിം സംരക്ഷകർ എന്ന് പറഞ്ഞ് നിങ്ങളുടെ വോട്ട് വാങ്ങി നിങ്ങളെ പറ്റിക്കുന്ന വർഷങ്ങളായി നിങ്ങളെ പറ്റിക്കുന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കൂ. ഞാൻ പറയുന്നു സഹോദരി സഹോദരന്മാരെ, ഞാനും നിങ്ങളെപ്പോലെ തന്നെ കളഞ്ഞ ഒരു മുസ്ലിം തന്നെയാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഒരു പക്ഷേ എനിക്ക് 5 നേരെ എത്തിയില്ലാതിരിക്കും, പക്ഷെ എന്നാലും നിങ്ങളെപ്പോലെ തന്നെ ഞാൻ കളഞ്ഞ ഒരു മുസ്ലിം തന്നെയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മോഡിജി മുസ്ലിങ്ങളെ കൊല്ലുന്ന ആളാണെങ്കിൽ അബ്ദുൽ സലാം എന്ന് പറഞ്ഞ് ഞാൻ ഈ BJP പാർട്ടിയുടെ മുമ്പിൽ ചെന്ന് തല വെച്ചുകൊണ്ട് തന്നെ കൊല്ലാൻ ഞാൻ പറയൂ? ഒരിക്കലുമില്ല. മോഡിജിയെ ഞാൻ പഠിച്ചു, ഗുജറാത്ത് പോലെ പഠിച്ചു. ഗുജറാത്തിലെ ഗ്രോത്ത് എഞ്ചിൻ ഡൽഹിയിലേക്ക് പോയി, ഡൽഹിയിലെ ഗ്രോത്ത് എഞ്ചിൻ ഇന്ത്യ മൊത്തം വ്യാപിച്ചു. 10 കൊല്ലം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റി. എല്ലാ മേഖലയിലും വികസനം കൊണ്ടുവന്നു, എല്ലാവരെയും ടച്ച് ചെയ്തു. സബ്കാ സാത്തായിരുന്നു, സബ്കാ വികാസായിരുന്നു, സബ്കാ വിശ്വാസായിരുന്നു, സബ്കാ പ്രയാസായിരുന്നു. എല്ലാവരെയും ചേർത്തുള്ള വികസനമായിരുന്നു. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കിയത് ഈ പറഞ്ഞ LDFന്റെയും UDFന്റെയും അല്ലെങ്കിൽ 26 അവിയൽ പാർട്ടികൾ ചേർന്നുള്ള ഇന്ത്യ സഖ്യത്തിന്റെയും കള്ളപ്രചരണങ്ങളായിരുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇനിയെങ്കിലും നിങ്ങൾ ഈ കള്ളപ്രചരണത്തിൽ നിന്ന് വെളിയിൽ വരണം, യഥാർത്ഥങ്ങൾ തിരിച്ചറിയണം. മോഡിജി നിങ്ങളുടെ ശത്രുവല്ല, നിങ്ങളുടെ രക്ഷകനാണ്, നിങ്ങളുടെ മിത്രമാണ്, നിങ്ങളെ എന്നെന്നും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാളാണ്. മോഡിജിയുടെ കൈക്കുള്ളിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഭദ്രമാണ് എന്ന് ഞാൻ പറയുന്നു. അതാണ് മോഡിജിയുടെ ഗ്യാരണ്ടി. ഞാൻ മുസ്ലിങ്ങളോട് പറയുന്നു, ലോകത്തെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ കമ്പയർ ചെയ്ത് നോക്കൂ, ഇത്രയും ഹെവനായിട്ടുള്ള ഒരു രാജ്യം മുസ്ലിങ്ങൾക്ക് ഇന്ത്യ അല്ലാതെ ഏതാണുള്ളത്? നിങ്ങൾക്കറിയാം, സൗദി അറേബ്യ അറിയാം, UAE അറിയാം, മറ്റു പലതും അറിയാം. അവിടെ നിങ്ങൾ പോയി ജീവിച്ചിട്ടുണ്ട്, അവിടെ മറ്റു പല സുഖങ്ങളുണ്ട്. പക്ഷെ നിങ്ങളുടെ സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിൽ തന്നെയാണ്. അതാണ് എനിക്ക് ഒരു ഭാഗം പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, 2 മാർച്ചിൽ എന്നോട് പറഞ്ഞത് യു ഗോ ടു മലപ്പുറം. മലപ്പുറത്ത് മുസ്ലിങ്ങൾക്ക് ഭയം കയറ്റിവിട്ടിരിക്കുന്നു. ഈ ഭയം മാറ്റുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. നിങ്ങൾ മുസ്ലിങ്ങളുടെ അടുത്ത് ചെല്ലൂ, അവരോട് അസ്ലാമിലേക്ക് പറയൂ, അവരടുത്തിരിക്കൂ, അവർക്ക് ചെവി കൊടുക്കൂ, അവർക്ക് പറയാവുന്ന കേൾക്കൂ. അവരുടെ പ്രശ്നങ്ങൾ യഥാർത്ഥ പ്രശ്നങ്ങളാണെങ്കിൽ യു കം ടു ഡൽഹി, ഐ വിൽ സോൾവ് ദെയർ പ്രോബ്ലം. അവരെ മാറ്റി നിർത്തേണ്ടവരല്ല, ചേർത്ത് പിടിക്കേണ്ടവരാണ്, മുഖ്യധാരയിൽ വരേണ്ടവരാണ്, ഭരണത്തിൽ പങ്കാളികളാവേണ്ടവരാണ്. നവഭാരത നിർമ്മാണത്തിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാണ് മോഡി എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മുന്നിൽ 3 കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഒന്നൊരു LDF കാൻഡിഡേറ്റ്, ഒന്നൊരു UDF കാൻഡിഡേറ്റ്, മൂന്നാമതൊരു NDA കാൻഡിഡേറ്റ്. കഴിഞ്ഞ 1 കൊല്ലം നടത്തിയ റിപ്പീറ്റഡ് സർവേകൾ സംശയമില്ലാതെ തെളിയിച്ചു കഴിഞ്ഞു. 370 മുതൽ 411 വരെ സീറ്റ് വാങ്ങി മോഡി 3 അവിടെ ഡൽഹിയിൽ ഉണ്ടാവും. 4-ാം തീയതി, ജൂൺ 4-ാം തീയതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡൽഹിയിൽ മോഡി 3 ഉണ്ടാവും. ആ സാഹചര്യത്തിൽ കേരളം 0 അടിച്ചാലും 20-ൽ 0 പോയാലും മോഡി അവിടെ ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ആലോചിക്കൂ, LDF UDF ആ കാൻഡിഡേറ്റ്സ് അവിടെ പോയി കഴിഞ്ഞാൽ അവരെവിടെ ഇരിക്കും? അവർ പ്രതിപക്ഷത്തിരിക്കും. പ്രധാന ജോലിയായ പേപ്പർ ചുരുട്ടിയെറിയും, അല്ലെങ്കിൽ വാക്കൗട്ട് നടത്തും. മലപ്പുറത്തിനൊന്നും ലഭിക്കുകയില്ല. മറിച്ച് നിങ്ങൾ മോഡിയുടെ കാൻഡിഡേറ്റ് അവിടേക്ക് അയക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു, മോഡിജിയുടെ ഗ്യാരണ്ടി കയ്യിലെടുത്ത് നിങ്ങൾക്ക് തരുന്നു. 5 കൊല്ലം കൊണ്ട് മലപ്പുറത്തിന്റെ മാക്സിമം വികസനം ഉറപ്പാക്കും, സമസ്ത മേഖലയിലെ വികസനം ഉറപ്പാക്കും. മലപ്പുറം NDF 15 പോയിന്റുള്ള ഒരു വികസനം അതിന്റെ മറ്റന്നാൾ റിലീസ് ചെയ്യും. സമസ്ത മേഖല, വിദ്യാഭ്യാസം, ആരോഗ്യം, ഇൻഫ്രാസ്ട്രക്ചർ, എവറി മേഖല ടച്ച് ചെയ്ത്, എയർപോർട്ട്, പ്രവാസി, ടൂറിസം, എല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ട് ഒരു 15 പോയിന്റ് അജണ്ട മറ്റന്നാൾ ഞങ്ങൾ റിലീസ് ചെയ്യും. നിങ്ങൾ ഇവിടുത്തെ
MP-യുടെ മാൻഡേറ്റ് മോഡിജിക്ക് കൊടുക്കുകയാണെങ്കിൽ 5 കൊല്ലം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഇതുവരെ കണ്ടിട്ടില്ലാത്ത വികസനം ഉറപ്പാക്കും. നിങ്ങളുടെ MP നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി പരിഹരിക്കും. പക്ഷെ ഒരു വ്യത്യാസം, ഇവിടുത്തെ ഇടത് വലത് തമ്മിലുള്ള ഒരു വ്യത്യാസം, NDAയുടെ കാൻഡിഡേറ്റ് ഇവിടുത്തെ എല്ലാവർക്കും തുല്യനീതി, തുല്യ ഓപ്പർച്യൂണിറ്റി, തുല്യ റൈറ്റ്, എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഒന്നിച്ചു പോകുന്ന ഫിലോസഫി ആയിരിക്കും. അല്ലാതെ LDF വന്നാൽ എല്ലാ ഉദ്യോഗവും എല്ലാ ലോണും എല്ലാ അവസരവും LDFന്, ബാക്കിയുള്ളവർ നോക്കി നിൽക്കണം. UDF വന്നാലും അതുപോലെ തന്നെ. NDAയുടെ ഫിലോസഫി അല്ല, ഇതല്ല. സബ്കാ സാത്ത്. ഇവിടെ 41 ലക്ഷം ജനങ്ങളുണ്ട്. ഇത് ഇടതുണ്ട്, വലതുണ്ട്, മുസ്ലിം ലീഗുണ്ട്, പലതുമുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ട്രീറ്റ് ചെയ്യും, ഒരുപോലെ തുല്യ അവകാശം കൊടുക്കും, തുല്യ നീതി കൊടുക്കും, തുല്യ അവസരങ്ങൾ കൊടുക്കും, തുല്യമായ അവകാശപ്പെട്ടത് വീതിച്ചു കൊടുക്കും. അതുകൊണ്ട് സമഗ്രമായ സസ്റ്റൈനബിളായ ഒരു വികസനം മലപ്പുറത്തിന് കാഴ്ചവെക്കും എന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് NDA കാൻഡിഡേറ്റിനെ എലക്ട് ചെയ്യാൻ കിട്ടിയ നിങ്ങളുടെ അപൂർവ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും NDA കാൻഡിഡേറ്റായ ഡോക്ടർ അബ്ദുൽ സലാമിന് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ശരിയായ നിലയിൽ പൗരന്മാരിൽ എത്തിക്കേണ്ട ബാധ്യതയുള്ളത് MP-മാർക്കാണ്. MP-മാരുടെ ഉത്തരവാദിത്തമാണ് സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ അവരവരുടെ മണ്ഡലത്തിൽ ശരിയായ നിലയിൽ ഗുണഭോക്താക്കളിൽ എത്തിക്കുക എന്നുള്ളത്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി പുതിയ പ്രകടന പത്രികയിൽ 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പൗരന്മാർക്കും സൗജന്യമായ ചികിത്സ ഉറപ്പുവരുത്തും. ആയുഷ്മാൻ ഭാരത് കാറ്റഗറി ഒന്നുമില്ലാതെ, BPL ആണോ APL ആണോ തുടങ്ങിയിട്ടുള്ള വേർതിരിവ് ഒന്നുമില്ലാതെ എല്ലാ പൗരന്മാർക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുമെന്ന് മോദി ഗ്യാരണ്ടി നൽകിയിരിക്കുക. മോദിയുടെ ഗ്യാരണ്ടി വിശ്വസിക്കുന്ന ഗ്യാരണ്ടിയാണ്. ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് സംശയമില്ല. എല്ലാ മുതിർന്ന പൗരന്മാർക്കും ജൂൺ മാസം മുതൽ സൗജന്യമായ ചികിത്സ, ഏത് അസുഖം വന്നാലും 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല. കാരണം മോദി സർക്കാർ ആയുഷ്മാൻ ഭാരത് പദ്ധതി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി ഫലപ്രദമായി കഴിഞ്ഞ 10 വർഷം നടപ്പാക്കിയതാണ്. പക്ഷെ കേരളം ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ കാര്യത്തിൽ മറ്റു പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് വളരെ വളരെ പുറകിലാണ്. ശരിയായ നിലയിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പാക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് വലിയ വീഴ്ച വരുത്തി. അവരുടെ ഒരു ചെറിയ പൈസയുടെ ആരോഗ്യ ഇൻഷുറൻസും ഇതുമായി ക്ലബ് ചെയ്തു. ആവശ്യമില്ലാത്ത കാര്യമാണ്. ഗവൺമെന്റിന് സ്വതന്ത്രമായി ആയുഷ്മാൻ ഭാരത് പദ്ധതി ഇവിടെ നടപ്പാക്കാനുള്ള എല്ലാ അവസരവും ഉണ്ടായിരുന്നു. പക്ഷെ അവര് കാരുണ്യ എന്നൊക്കെ പറഞ്ഞ അവരുടെ ഒരു ചെറിയ പദ്ധതി, 30,000 രൂപ കിട്ടുന്ന ഒരു പദ്ധതിയും ഇതുമായിട്ട് ചേർത്തു. എന്നിട്ട് ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആരോഗ്യ മേഖലയെ സന്ദർശിക്കുന്നവരെന്നവർ പറഞ്ഞു. ആവശ്യത്തിന് ആശുപത്രികൾ മാപ്പ് ചെയ്തില്ല. 2011 സർവേ അനുസരിച്ച് ലഭ്യമാവേണ്ട മുഴുവൻ ആൾക്കാരെയും കണ്ടെത്തിയില്ല. അവർക്ക് ആയുഷ്മാൻ ഭാരത് കൊടുക്കാനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ ഉണ്ടായില്ല. മറ്റു പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് ആയുഷ്മാൻ ഭാരത് പദ്ധതി കേരളത്തിൽ ഫലപ്രദമായി നടന്നില്ല. ഏതെങ്കിലും ഒരു MP ഇന്ത്യൻ പാർലമെന്റിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി കേരളത്തിൽ ഫലപ്രദമായി നടക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടോ? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇതുപോലെ മോദി സർക്കാരിന്റെ PM ആവാസ് യോജന കേരളത്തിൽ അത് ലൈഫ് മിഷൻ പദ്ധതിയുമായിട്ട് കൂട്ടിക്കലർത്തി. അർബൻ PMA വഴി ഒഴിച്ച് റൂറൽ മേഖലയിലെല്ലാം
ഗ്രാമീണ മേഖലയിലെല്ലാം മോദി സർക്കാർ നടപ്പാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതി സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയുമായി കൂട്ടിച്ചേർത്ത് സംസ്ഥാനത്തിന് കേന്ദ്രം കൊടുക്കുന്ന വീതം അവർ മറച്ചു വെച്ചു. ഫലപ്രദമായി ഇവിടെ നടപ്പായില്ല. മോദി സർക്കാരിന്റെ ഓരോ പദ്ധതിയും ഫലപ്രദമായി നടപ്പാക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് കുറ്റകരമായ വീഴ്ച വരുത്തി. നമ്മൾ എംപിമാർ എന്ത് ചെയ്യുന്നു? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് മോദി സർക്കാർ നൽകുന്ന ഫലപ്രദമായ ഇടപെടൽ, ഞാൻ കൊച്ചിയിൽ നിന്നുകൊണ്ട് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. തുറമുഖ വികസനം, പോർട്ട് ട്രസ്റ്റിന്റെ വികസനം, വിമാനത്താവളങ്ങളുടെ വികസനം, ദേശീയപാത വികസനം, ഉൾനാടൻ ജലഗതാഗതത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, മെട്രോ റെയിൽ, ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസനക്ഷേമ പദ്ധതികളാണ് കഴിഞ്ഞ 10 വർഷം നമ്മുടെ രാജ്യത്തുണ്ടായത്. എംപിമാരുടെ സംഭാവന എന്താണ്? പ്രധാനമന്ത്രി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് 4500 കോടി രൂപയുടെ വികസന പദ്ധതികൾ നമ്മുടെ പോർട്ട് ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ നടപ്പിലാക്കി, ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ എംപിമാരുടെ സംഭാവന എന്താണ്? ഏത് വിഷയമാണ് വികസന താല്പര്യവുമായി ബന്ധപ്പെട്ട ഏത് വിഷയമാണ് ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഉയർത്തിയത്? കേരളത്തിലെ എംപിമാർ ജനങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത നിർഗുണ പരബ്രഹ്മങ്ങളായിട്ടുള്ള എംപിമാരാണ്. യാതൊരു പ്രയോജനവും നാടിനില്ലാത്ത എംപിമാരാണ് കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭയിൽ പോയ വി മുരളീധരനും കർണാടകയിൽ നിന്ന് രാജ്യസഭയിൽ പോയ രാജീവ് ചന്ദ്രശേഖരും, നോമിനേറ്റഡ് എം പി ആയിട്ടുള്ള സുരേഷ് ഗോപിയും, നോമിനേറ്റഡ് എം പി ആയിട്ടുള്ള ശ്രീമതി PT ഉഷയും ചെയ്ത നല്ല കാര്യങ്ങളുടെ 1001 ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട 20 എംപിമാർ കേരളത്തിൽ ചെയ്തില്ല. രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്ന് പോയ 9 പേരും ചെയ്തില്ല. എന്താ അവര് ചെയ്യുന്നത്? ദില്ലിയിൽ പോവുക, പാർലമെന്റിൽ പോയി ഒപ്പിടുക, ബാറ്റ വാങ്ങുക, സമരം ചെയ്യുക, പാർലമെന്റ് സമീപിക്കുക, ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ധർണ നടത്തുക, തിരിച്ചു പോരുക. ഇതല്ലേ എംപിമാർ ചെയ്യുന്നത്? അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷം കേരളീയർക്ക് നഷ്ടമായി. മോദി സർക്കാരിന്റെ ഇത്രയും നല്ല അവസരങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഫലപ്രദമായി എത്തിക്കുന്നതിൽ അവർ ദയനീയമായി പരാജയപ്പെട്ടു. രാഷ്ട്രീയ തിമിരം ബാധിച്ച IND മുന്നണിക്കാരാണ് ഇവിടെ നിന്ന് പോയ എംപിമാരെല്ലാവരും. അവർക്ക് അമേരിക്കയിലും ചൈനയിലും പാകിസ്ഥാനിലും നിന്ന് ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്ന ശബ്ദിക്കുന്ന ആളുകളുടെ നാവായിട്ട് രാഹുൽ ഗാന്ധി മാറി. തുക്കടെ ഗ്യാങ്ങിന്റെ ലീഡറാണ് രാഹുൽ ഗാന്ധി. അർബൻ നക്സലുകൾ, ആസാദി മോംഗെ ടീമുകൾ, അവരുടെ നാവാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി പറഞ്ഞു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ശരിയല്ല. നോക്കൂ, ലോകത്തെ ഏറ്റവും നല്ല സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ മഹത്തായ ഇന്ത്യ രാജ്യമാണ്. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഭാരതം. ആ ഇന്ത്യൻ ജനാധിപത്യത്തെ രാഹുൽ ഗാന്ധി കളിയാക്കുന്നു. വോട്ടിംഗ് മെഷീൻ ടാമ്പർ ചെയ്യുന്നു. ഇന്നേ വരെ ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാവും ഉന്നയിക്കാത്ത ബാലിശമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ പറ്റി ഉന്നയിച്ചത്. ആരാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം അട്ടിമറിക്കാനും അത് കളങ്കമുള്ളതാണെന്ന് വരുത്താനും ഇവിടെ ശ്രമിക്കുന്നത്? ചൈനയും പാകിസ്ഥാനും അമേരിക്കയും അടക്കമുള്ള വൈദേശിക ശക്തികൾ. അവരുടെ പിണിയാളായിട്ട് പ്രവർത്തിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അനുയായികളാണ്. അർബൻ നക്സലുകളെ കൂട്ടുപിടിച്ച് വിദ്യാർത്ഥികളുടെ സർവകലാശാലകളിലെല്ലാം പോയി ഇന്ത്യക്കെതിരെ പ്രസംഗിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. അവർ ഇന്ത്യ വികസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പുതിയ തലമുറയിൽപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്ത്യ വികസിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ ധീര ജവാന്മാർ നാടിന്റെ അതിർത്തി കാക്കാൻ വേണ്ടി സ്വയം ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ. പുൽവാമയിലെ ഭീകരാക്രമണത്തിന് തെളിവ് ചോദിച്ചു വരുന്ന ഇത്രയും ബാലിശമായ കാര്യങ്ങൾ പറയുന്ന എംപിമാർ, അവരുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. പുൽവാമയിൽ അദ്ദേഹം തെളിവ് ചോദിക്കും. അപ്പൊ അവരുടെ രാജ്യത്തോടുള്ള അവരുടെ കൂറെന്താണ്? ഈ നാട്ടിലെ ജനങ്ങളോടുള്ള താല്പര്യം എന്താണ്? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് പാർട്ടിയും LDF എന്താണ് ചെയ്യുന്നത്?
ഈ നാടിനെ തകർക്കുന്ന ശക്തികളുമായി തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കുന്നു. അവർ മറുപടിയെ പറയുന്നില്ല. നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി രാഹുൽ ഗാന്ധി പരസ്യ സഖ്യമുണ്ടാക്കുന്നു. പിണറായി വിജയൻ അബ്ദുൽ നാസർ മദനിയുടെ PDPയുമായി സഖ്യമുണ്ടാക്കുന്നു. കോൺഗ്രസ് പാർട്ടി ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ ബോംബായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുന്നു. ഇന്ത്യയെ സ്നേഹിക്കുന്നവരാണോ ജമാഅത്തെ ഇസ്ലാമി, PFI, PDP? ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണോ? ഈ രാജ്യം എങ്ങനെയെങ്കിലും നശിച്ചു പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂടെ സഖ്യമുണ്ടാക്കാൻ മടിയില്ലാത്തവരാണ് LDFും UDFും. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു വികസന പ്രശ്നം പിണറായി വിജയൻ ചർച്ച ചെയ്യുന്നുണ്ടോ? രാഹുൽ ഗാന്ധി ചർച്ച ചെയ്യുന്നുണ്ടോ? നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ ദുഷ്ടബുദ്ധി. കഴിഞ്ഞ ദിവസം ഒരു മലയാളി, അദ്ദേഹത്തിന്റെ മതം നോക്കിയിട്ടല്ല മലയാളികളെല്ലാവരും അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. വിദേശത്ത് ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു മലയാളി സഹോദരൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അദ്ദേഹത്തിന്റെ മോചനത്തിനായി നടത്തിയ ഇടപെടലുകൾ ആ കുടുംബം വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹത്തെ സഹായിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. രാഹുൽ ഗാന്ധി പറയുകയാണ് ഒരു കൂട്ടർ മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ. നമുക്ക് എന്തൊരു ദുഷ്ടലാക്കാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരാൾ ഇങ്ങനെ പറയാൻ പാടുണ്ടോ? മലയാളികൾ എല്ലാവരും ചേർന്ന് കോടിക്കണക്കിന് രൂപ സമാഹരിച്ചപ്പോ ഒരു കൂട്ടർ മാത്രമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. എന്ത് മര്യാദയാണിത്? ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിക്കുക, യഥാർത്ഥ പ്രശ്നങ്ങളിൽ ശ്രദ്ധ തിരിച്ചുവിടുക, അതാണ് LDFും UDFും ഇവിടെ നടത്തുന്നത്. പിണറായി വിജയനാകെ പരിഭ്രാന്തനായി പോയിട്ടാണ് സംസാരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കരുവന്നൂരിലെയും സഹകരണ കൊള്ളയിലെയും കുറ്റവാളികളുടെ കയ്യിൽ നിന്ന് പണം പിടിച്ച്, അവരുടെ കള്ളപ്പണം എല്ലാം പിടിച്ച് പാവപ്പെട്ടവർക്ക് കൊടുക്കുമെന്ന് പറയുമ്പോൾ പിണറായി വിജയൻ ബഹളം തുടങ്ങി. എന്തിനാ ഇത്ര പേടിക്കുന്നത്? പിണറായി വിജയൻ പറയാൻ 100 കോടി ഞങ്ങൾ കൊടുത്തു. എവിടുന്നാ കൊടുത്തത്? കരുവന്നൂരിൽ നിക്ഷേപകർക്ക് ആ പണം തട്ടിച്ചവരെ കയ്യിൽ നിന്ന് പിടിച്ചു കൊടുക്കണമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അല്ലാതെ നമ്മുടെ കാശെടുത്ത് കൊടുക്കണമെന്നല്ല, കേരള ബാങ്കിൽ നിന്ന് കാശെടുത്ത് കൊടുക്കണമെന്നല്ല പ്രധാനമന്ത്രി പറഞ്ഞത്. വേറെ ഏതെങ്കിലും സഹകരണ ബാങ്കിലെ കാശെടുത്ത് അത് കരുവന്നൂരിലെ നിക്ഷേപകർക്ക് കൊടുക്കണമെന്നല്ല. നിക്ഷേപകരുടെ പണം എടുത്ത് റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങളും രമ്യഹർമ്മ്യങ്ങളും കെട്ടിപ്പൊക്കിയ കള്ളപ്പണക്കാർ, പാർട്ടി MP മാർ, MLA മാർ, മുൻ മന്ത്രിമാർ, അവരുടെയൊക്കെ ഇടപാടുകൾ കണ്ടെത്തി ആ സ്വത്തുക്കൾ കണ്ടുകെട്ടി ആ കാശ് നിക്ഷേപകർക്ക് കൊടുക്കുന്നതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പിണറായി വിജയൻ പറയും ഞങ്ങൾ 100 കോടി വേറെ കൊടുത്തു. 100 കോടി കൊടുത്താൽ തീരുമോ? അപ്പൊ കള്ളപ്പണം നിക്ഷേപിച്ചത് പാർട്ടി അക്കൗണ്ടുകളിലാണ് വ്യാപകമായി. അത് പിടിച്ചെടുക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അപ്പൊ പറയാം മോദിയുടെ ഗ്യാരണ്ടി അല്ലേ? മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ഉറപ്പ് പോലെയല്ല, സർക്കാർ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞതുപോലല്ല, LDF ഉറപ്പാണെന്ന് പറഞ്ഞതുപോലല്ല. മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞാൽ പറഞ്ഞ് നടപ്പാക്കുന്ന ഗ്യാരണ്ടിയാണ്. അത് പിണറായി വിജയൻ നന്നായിട്ട് അറിയാം. അഴിമതിക്കാർക്കെല്ലാം ഇപ്പോൾ വെപ്രാളം തുടങ്ങിയിരിക്കുന്നു. നാട്ടിലെ ജനങ്ങളുടെ പണം കൊള്ളയടിച്ചവരെ വെറുതെ വിടില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞപ്പോ പരിഭ്രാന്തരായിട്ട് ഓടുകയാണ്. പ്രിയപ്പെട്ടവരെ, ജനങ്ങളുടെ ഏത് പ്രശ്നം ചർച്ച ചെയ്യുന്നു? ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ ഇവിടെ ഏത് സർക്കാർ ഉണ്ട്? മോദി സർക്കാർ മാത്രമേ ഉള്ളൂ. പിണറായി വിജയൻ എന്ത് ചെയ്യുന്നു? ജനങ്ങൾക്ക് മര്യാദയ്ക്ക് കൊടുക്കേണ്ട ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ പിണറായി വിജയന് കഴിയുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി എന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് ഒരു ഭരണം? ഏതെങ്കിലും ഒരു നല്ല കാര്യം കഴിഞ്ഞ 8 കൊല്ലം പിണറായി വിജയൻ ചെയ്തു അവകാശപ്പെടാനില്ല. മോദി 1000 നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. മോദി മാത്രമായി ചെയ്തിട്ടുണ്ട്. അത് വിശ്വകർമ്മ യോജനയായാലും, ആയുഷ്മാൻ ഭാരത് ആയാലും, ജൽജീവൻ മിഷൻ ആയാലും, അന്ത്യോദയ അന്ന യോജനയായാലും, അങ്ങനെ 1000 കാര്യങ്ങൾ. വിശ്വകർമ്മയായാലും എന്ത് കാര്യത്തിലായാലും മോദി മാത്രമേ ചെയ്തിട്ടുള്ളൂ. പാവപ്പെട്ടവരെ സഹായിക്കുന്ന എല്ലാം, ഫ്രീ റേഷൻ എല്ലാം മോദിയാണ്. പിണറായി വിജയൻ എന്ത് ചെയ്തു?
കേരളത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം പിണറായി വിജയൻ ചെയ്തോ? മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ വാക്ക് തെറ്റിച്ചപ്പോഴും മോദി ആ ഗ്യാരണ്ടി നടപ്പാക്കി. ദേശീയപാത വികസനം പിണറായി വിജയൻ സമ്മതിച്ചതാണ്, 25% ഞങ്ങൾ കൊടുക്കാം. പിണറായി വിജയൻ കാലുമാറി. പക്ഷെ മോദി ദേശീയപാത വികസനം അവസാനിപ്പിച്ചില്ല. 25% കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോഴും മോദി സർക്കാർ ദേശീയപാത വികസനം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കേരളത്തിൽ. അതാണ് മോദിയുടെ ഗ്യാരണ്ടി. പിണറായി വിജയൻ ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. UDF പിണറായി വിജയനെ കുറിച്ച് ഒന്നും അവർക്ക് പറയാനില്ല. പിണറായി വിജയനെ തിരിച്ചും പറയാനില്ല. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഒരു വാക്ക് പോലും കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടില്ല. ഔദ്യോഗിക പ്രതിപക്ഷത്തെ കുറിച്ച് ഒരു വാക്ക് പോലും പറയാതെ എല്ലാം മോദിക്കും NDAക്കും എതിരെയാണ് തിരിച്ചുവിടുന്നത്. എന്താ കാരണം? ഈ തെരഞ്ഞെടുപ്പിൽ ജനം ചർച്ച ചെയ്യുന്ന ഒരേ ഒരു അജണ്ട മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പോലെയല്ല, എല്ലാവരും ചർച്ച ചെയ്യുന്നത് മോദിയുടെ ഗ്യാരണ്ടി. മോദിയുടെ ഗ്യാരണ്ടി ഫലപ്രദമായി വോട്ടർമാരിലെത്താൻ മോദിയെ പിന്തുണയ്ക്കുന്ന MP-മാർ വേണം. അതാണ് NDAക്ക് ജനങ്ങളോടുള്ള അഭ്യർത്ഥന. അല്ലാതെ മോദിക്കെതിരെ സിന്ദാബാദ് വിളിക്കുന്ന, ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ധർണ നടത്താൻ വേണ്ടി മാത്രം ഒരു MP-മാർ ആവശ്യം ഇവിടെ ഇല്ല. ഉത്തരവാദപ്പെട്ട MP-മാർ വേണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന MP-മാർ വേണം. അങ്ങനെയുള്ള MP-മാരെ സൃഷ്ടിക്കാനാണ് NDA വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അതിനുള്ള അംഗീകാരമാണ് കേരളത്തിൽ NDAക്ക് കിട്ടുന്നത്. നരേന്ദ്രമോദി എത്ര വന്നാലും കേരളത്തിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന ആൾക്കാരോട് നരേന്ദ്രമോദിയെ പോലെ ഒരു നേതാവിനുള്ള വിശ്വാസ്യത ഇന്ത്യ മുന്നണിയിൽ ഏത് നേതാവിനുണ്ട്? നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണ് NDA മത്സരിക്കുന്നത്. IND മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? പരസ്പരം എന്തിനാണ് നിങ്ങൾ മത്സരിക്കുന്നത് ഇവിടെ? ഇത്തരം ചോദ്യങ്ങളാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചോദിക്കുന്നത്. LDF-നും UDF-നും ജനപിന്തുണ നഷ്ടമായിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് LDF-ന്റെയും UDF-ന്റെയും അവസാനത്തിന്റെ ആരംഭമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഉയർച്ചയുടെ തെരഞ്ഞെടുപ്പായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി നേടുന്ന പ്രഗത്ഭനായ സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണനെ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽക്കാരും പരിചയക്കാരോടെല്ലാം താമരയിൽ വോട്ട് അഭ്യർത്ഥിച്ച് അദ്ദേഹത്തെ വിജയിപ്പിക്കണം. അദ്ദേഹത്തെ വിജയിപ്പിച്ചാൽ എറണാകുളത്തിന് ഒരു നാഥനുണ്ടാവും. എറണാകുളത്തുകാർക്ക് അവരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിച്ച് പരിഹാരം കാണാൻ കഴിയും. ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയും. അതിന് നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി അടുത്ത 10 ദിവസം കഠിനമായ പരിശ്രമം ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബസംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഭാരത് മാതാ കി ജയ്. സുരേന്ദ്രജിയുടെ കയ്യിൽ നിന്നും അംഗത്വം തൽക്കാലം ഷാൾട്ട് സ്വീകരിക്കും. അംഗത്വ പിന്നീട് നമ്മൾ നടത്തുന്നതായിരിക്കും. സവിതയെ ക്ഷണിച്ചോളൂ. സവിത. രശ്മി സാൽ. ദീപ. ശ്രീ ചന്ദ്രമോഹൻ, വെള്ളം ഇന്ത്യ ലിമിറ്റഡ് കമ്പനിയുടെ ഏരിയ സെയിൽസ് മാനേജറായിട്ട് വിരമിച്ച ശ്രീ ചന്ദ്രമോഹൻ ക്ഷണിച്ചു. ഇനി ആരെങ്കിലും ഈ ഉദ്ദേശത്തോട് വന്നിട്ടുണ്ടെങ്കിൽ നടന്നു വരാവുന്നതാണ്. അടുത്ത പ്രശസ്ത എഴുത്തുകാരനും എറണാകുളം ജില്ലാ ഇന്റലക്ച്വൽ സെല്ലിന്റെ കോ കൺവീനറുമായിട്ടുള്ള ശ്രീ ഐമനൻ രവീന്ദ്രൻ രചിച്ച കാശ്മീരിലെ കുങ്കുമപ്പുല്ലരികൾ എന്ന ഗ്രന്ഥം ബഹുമാന്യായ സംസ്ഥാന അധ്യക്ഷന് അതിന്റെ ഗ്രന്ഥകർത്താവ് കൈമാറുകയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്.
നന്ദി പറയുന്നതിന് വേണ്ടി വിമൽ കുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു.